Welcome to Patriots. 2024 April മാസത്തിലെ എക്കണോമിക്സ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗ്ലോബൽ ബാറ്ററി അലയൻസിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു: ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ദ ഇന്റർനാഷണൽ എനർജി ഏജൻസി ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നു. ഈ വേൾഡ് ബാങ്ക് അല്ല, വേൾഡ് എക്കണോമിക് ഫോറമാണ്. ഗ്ലോബൽ ബാറ്ററി അലയൻസ് 2017 ഫൗണ്ട് ചെയ്യുന്നത്. വേൾഡ് എക്കണോമിക് ഫോറം ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് എ സസ്റ്റൈനബിൾ ബാറ്ററി വാല്യൂ ചെയിൻ ബൈ 2030. മെയിനായിട്ടും 5 ഗോൾസാണ് ഗ്ലോബൽ ബാറ്ററി അലയൻസിനുള്ളത്. 1. മിനിമൈസിങ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്. 2. പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ്. 3. ഡെവലപ്പിംഗ് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ്സ്. 4. ട്രാക്കിംഗ് പെർഫോമൻസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. 5. കാൽക്കുലേറ്റിംഗ് ബാറ്ററി കാർബൺ ഫുട്പ്രിൻറ്റ്സ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. GST കോമ്പൻസേഷൻ സെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു: GST കോമ്പൻസേഷൻ സെസ് എയിം ടു മിറ്റിഗേറ്റ് പൊട്ടൻഷ്യൽ റവന്യൂ ലോസസ് ഫോർ സ്റ്റേറ്റ്സ് ട്രാൻസിഷനിങ് ഫ്രം പ്രീവിയസ് ടാക്സ് റിജിം ടു GST. എന്താണ് GST കോമ്പൻസേഷൻ സെസ്? അതായത് GST വരുന്നതിന് മുമ്പ് സ്റ്റേറ്റുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു വരുമാന മാർഗമാണ് GST കോമ്പൻസേഷൻ സെസ്. അതായത് സ്റ്റേറ്റുകൾക്ക് GST കൊണ്ട് നടപ്പാക്കുന്ന സെസ് കോമ്പൻസേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ പറയുന്നു: GST കോമ്പൻസേഷൻ സെസ് എയിം ടു മിറ്റിഗേറ്റ് പൊട്ടൻഷ്യൽ റവന്യൂ ലോസസ് ഫോർ സ്റ്റേറ്റ്സ് ട്രാൻസിഷനിങ് ഫ്രം ദ പ്രീവിയസ് ടാക്സ് റെജിം ടു GST. അതായത് സ്റ്റേറ്റിൽ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ടാക്സ് റെജിം ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് റവന്യൂ ലോസ് വരുമ്പോഴത്തേക്കും ഒരു നിശ്ചിത കാലയളവിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു GST കോമ്പൻസേഷൻ സെസ് ഒരു ഫണ്ട് നൽകുന്നതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത്: ഒറിജിനലി ലിവീഡ് ഫോർ 5 years ഫ്രം 2017 to 2022. It was extended till March 2026 by Ministry of Finance. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അതായത് GST വന്നത് 2017 ആണ്. സോ 2017 മുതൽ 5 വർഷത്തേക്കാണ് GST കോമ്പൻസേഷൻ സെസ് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ 2022 ഈ GST കോമ്പൻസേഷൻ സെസ് 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത്: കോമ്പൻസേഷൻ സെസ് ഷാൽ നോട്ട് ബി ലിവീഡ് on supplies made by the taxable person opted for GST compensation scheme and those who export a specific notified method goods. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൾ 3. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3ൻ്റെ കറക്റ്റ് ആൻസർ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ നോക്കാം. Real effective exchange rate is the nominal effective exchange rate adjusted for the price inflation. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. കാരണം റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് വരുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ വാല്യൂ ഓഫ് റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ഡിക്ലൈൻസ് ആസ് ദ ഡൊമസ്റ്റിക് കറൻസി ഡിവാല്യൂസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത്: ആൻ ഇൻക്രീസ് ഇൻ ദ കൺട്രീസ് റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എക്സ്പോർട്ട് ആർ ബിക്കമിങ് ചീപ്പർ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ കറൻസി 36 ട്രേഡിംഗ് കറൻസി ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എപ്പോഴാണ് എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ഇൻഫ്ലേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു അതിനെയാണ് റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്.
എപ്പോഴാണോ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ഇൻഫ്ലേഷനുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത് അതിനെയാണ് നിയർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ഗ്ലോബൽ റെസൊല്യൂഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, യുണൈറ്റഡ് നേഷൻസ്. Recently, the United Nations General Assembly created history by adopting the first global resolution on artificial intelligence. Question number 4ന്റെ correct answer option A ആണ്, United Nations. അടുത്ത question number 5, black money based ഉള്ള question ആണ്. Question number 5ന്റെ correct answer option C ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, black money includes all funds earned through illegal activity and otherwise legal income that is not recorded for tax purpose. ബ്ലാക്ക് മണി എന്ന് പറയുന്നത് എന്താണ്? മണി ലോണ്ടറിങ്. വൺ ഓഫ് ദി എക്സാമ്പിൾസ് മണി ലോണ്ടറിങ്. ഇല്ലീഗൽ ആക്ടിവിറ്റിയിലൂടെ മണി സമ്പാദിക്കുന്നതിനെയാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നേഷൻസ് എസ്റ്റിമേറ്റ്സ് ഓഫ് സേവിങ്സ്, കൺസപ്ഷൻ ആൻഡ് അതർ മാക്രോ എക്കണോമിക് വേരിയബിൾസ് വുഡ് ബി അഫക്റ്റഡ് ബൈ ബ്ലാക്ക് മണി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബ്ലാക്ക് മണിക്ക് ഒഫീഷ്യലായിട്ട് ഒരു ഡെഫിനിഷൻ ഇല്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ബ്ലാക്ക് മണി ഈസ് എ മണി ദാറ്റ് ഈസ് ഹിഡൻ ഫ്രം ദ ടാക്സ് അതോറിറ്റീസ്. രണ്ട് തരത്തിൽ ഉള്ള ബ്ലാക്ക് മണീസ് ആണുള്ളത്. ഒന്ന് ഇല്ലീഗൽ അതോറിറ്റി വഴി ഉണ്ടാക്കുന്ന ബ്ലാക്ക് മണി, മറ്റൊന്ന് ലീഗൽ ബട്ട് അൺറിപ്പോർട്ടഡ് അതോറിറ്റി. അതായത് ലീഗലായിട്ടും എന്നാൽ ടാക്സ് അതോറിറ്റിയെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ട് തരത്തിലാണ് ബ്ലാക്ക് മണി കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ is a quasi judicial body established under the Companies Act 2013. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ Company Law Tribunal was based on the recommendation of the Balakrishna Iradi Committee. Second statement correct ആണ്. Third statement ഇങ്ങനെ പറയുന്നു, decisions of the tribunal may be appealed directly to the Supreme Court of India. Third statement correct ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ കറക്റ്റ് ആൻസർ. Decision made by the National Company Law Tribunal can be appealed to the Supreme Court. National Company Law Tribunal ഒരു quasi judicial authority ആണ്. It is a quasi judicial authority incorporated for dealing with the corporate disputes. ഇത് 2013 കമ്പനി ആക്ട് പ്രകാരമാണുള്ളത്. ബാലകൃഷ്ണ ഇരട്ടി കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബേസിലാണ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7, ഗ്ലോബൽ ലൈറ്റ് ഹൗസ് നെറ്റ്വർക്കിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, Global Lighthouse Network is a community of manufacturers that shows leadership in using fourth industry revolution technology. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് എന്താണ് ഗ്ലോബൽ ലൈറ്റ് ഹൗസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. 100 മാനുഫാക്ചറിംഗ് കമ്പനീസിന്റെ ഒരു ലീഡർഷിപ്പ്. അവർ ഫോർത്ത് ഇൻഡസ്ട്രി റെവല്യൂഷൻ ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 3D പ്രിന്റിംഗ്, ഡേറ്റ അനാലിറ്റിക്സ്, ഒരു മാനുഫാക്ചർ കമ്പനീസിന്റെ ഒരു കമ്മ്യൂണിറ്റിനെയാണ് ഈ ഗ്ലോബൽ ലൈറ്റ് ഹൗസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് 2018 ലോഞ്ച് ചെയ്തിട്ടുള്ളത് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇറ്റ് ഈസ് സെറ്റപ്പ് ബൈ ദി വേൾഡ് എക്കണോമിക് ഫോറം സെന്റർ ഫോർ ദ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ആൻഡ് സപ്ലൈ ചെയിൻസ് ഇൻ 2018. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ദ ഫോർത്ത് ഇൻഡസ്ട്രി റെവല്യൂഷൻ ഈസ് നെക്സ്റ്റ് ഫേസ് ഇൻ ഡിജിറ്റൈസേഷൻ ഓഫ് ദി മാനുഫാക്ചറിംഗ് സെക്ടർ. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൾ 3. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്, സിബിഐ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ 4. തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അതായത് സിബി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഓൾ ബോർഡ് മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സിബിയിലെ ബോർഡ് മെമ്പേഴ്സിനെ എല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. ടോട്ടൽ 9 മെമ്പേഴ്സ് ആണുള്ളത്. ഒന്ന്
ചെയർപേഴ്സൺ നോമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ചെയർപേഴ്സണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. മറ്റ് 2 മെമ്പേഴ്സ് യൂണിയൻ മിനിസ്ട്രി ഡീലിംഗ് വിത്ത് ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013. ഈ 2 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതേപോലെ RBI നിന്ന് വരുന്ന ഒരു മെമ്പറും സെൻട്രൽ ഗവൺമെൻറ്റാണ് നോമിനേറ്റ് ചെയ്യുന്നത്. മറ്റ് 5 മെമ്പേഴ്സിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് ഇറ്റ് ഓവർലുക്സ് ദ പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതേപോലെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇറ്റ് ഈസ് ബോത്ത് quasi-legislative and quasi-judicial powers. It has the both quasi-legislative and quasi-judicial powers. സിബിക്കും quasi-legislative അതേപോലെ quasi-judicial പവറും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റാണ്. എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? അതായത് കമ്പനി ആക്ട് 2013 പ്രകാരം, നിയമപ്രകാരം ഒരു കോർപ്പറേറ്റ് കമ്പനി നിശ്ചിത ശതമാന ലാഭവിഹിതം സാമൂഹിക ക്ഷേമത്തിനായി വിനിയോഗിക്കണം. അതായത് ഒരു കമ്പനി ആക്ട് 2013 പ്രകാരം 500 കോടി സമ്പാദ്യമുള്ള അല്ലെങ്കിൽ 500 കോടി ആസ്തിയുള്ള ഒരു കമ്പനി, ഒരു കോർപ്പറേറ്റ് കമ്പനി, അല്ലെങ്കിൽ 1000 കോടി മുകളിൽ വിറ്റുവരവുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനി, അതുമല്ലെങ്കിൽ 5 കോടിക്ക് മുകളിൽ നെറ്റ് പ്രോഫിറ്റ് ഉള്ള ഒരു കോർപ്പറേറ്റ് കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികൾ അവരുടെ കമ്പനിയുടെ 2% ലാഭ ശതമാനം ഒരു ഫിനാൻഷ്യൽ ഇയർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും ഈ ആക്ട് പ്രകാരം. അതായത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഈ കമ്പനി ഹാവിംഗ് എ നെറ്റ് വർത്ത് ഓഫ് 500 crores rupees. അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് 500 കോടി ആസ്തിയുള്ള കമ്പനിയാണെങ്കിലോ, അല്ലെങ്കിൽ ഈ കമ്പനി ഹാവിംഗ് എ ടേൺ ഓവർ ഓഫ് ₹1000 crore or more, 1000 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള കമ്പനിയാണെങ്കിലോ. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഈ കമ്പനി ഹാവിംഗ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹5 crore or more ഇൻ ഫിനാൻഷ്യൽ ഇയർ. 5 കോടിക്ക് നെറ്റ് പ്രോഫിറ്റ് മുകളിലുള്ള ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയും അവരുടെ ഫിനാൻഷ്യൽ ഇയർ 2% കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം. സോ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പം ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് കോർപ്പറേറ്റ് കമ്പനീസ് എവിടെയൊക്കെ ഫണ്ട് ചെയ്യാം? അർബൻ സ്ലം ഡെവലപ്മെന്റ് ഫണ്ട് ചെയ്യാം, റൂറൽ ഡെവലപ്മെന്റ് ഫണ്ട് ചെയ്യാം, അതേപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് ചെയ്യാം, റൂറൽ സ്പോർട്സ് ആൻഡ് പാരാലിമ്പിക്സിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യാം, ടെക്നോളജി ഇൻക്യുബേഷന് വേണ്ടി ഫണ്ട് ചെയ്യാം, എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി ഫണ്ട് ചെയ്യാം, ആർംഡ് ഫോഴ്സ് വെറ്ററന് വേണ്ടിയിട്ട് അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി ഫണ്ട് ചെയ്യാം, പ്രൊട്ടക്ഷൻ ഓഫ് ഹെറിറ്റേജ് ആൻഡ് ആർട്ടിന് വേണ്ടി ഫണ്ട് ചെയ്യാം, ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെന്റിന് വേണ്ടി ഫണ്ട് ചെയ്യാം, എഡ്യൂക്കേഷൻ സ്കിൽസിന് വേണ്ടി ഫണ്ട് ചെയ്യാം, അതേപോലെ പോവർട്ടി അലിവേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് വാഷ് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 RRB ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. റീജിയണൽ റൂറൽ ബാങ്ക്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ദേ ആർ സൂപ്പർവൈസ്ഡ് ബൈ നബാർഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ RBI. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഷെയർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഈസ് ലാർജസ്റ്റ് ഇൻ RRB. സെൻട്രൽ ഗവൺമെന്റ് ഷെയർ ആണ് ലാർജസ്റ്റ്, 50% ഉണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ നോംസ് ആർ ആപ്ലിക്കബിൾ ടു ഇറ്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 10. RRB റീജിയണൽ റൂറൽ ബാങ്ക്സ് റെഗുലേറ്റ് ചെയ്യുന്ന RBI ആണ്, സൂപ്പർവൈസ് ചെയ്യുന്ന നബാർഡാണ്. ഷീന്റെ ഷെയർ ഹോൾഡിങ്സിൽ സെൻട്രൽ ഗവൺമെന്റ് 50%, സ്റ്റേറ്റ് ഗവൺമെന്റ് 15%, സ്പോൺസർ ബാങ്ക്സ് 35% ആണ്. RRB ആക്ട് നിലവിൽ വരുന്നത് 1976 എന്താണ് ഈ റീജിയണൽ റൂറൽ ബാങ്കിന്റെ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂറൽ ഏരിയസിലുള്ള അൺസർവ്ഡ്
സെക്ഷൻസ് അൺസെർവ്ഡ് സെക്ഷൻസിനെയും അതേപോലെ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിനെയും അതേപോലെ അഗ്രികൾച്ചർ ലേബേഴ്സിനെയും ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കൊണ്ട് നൽകുക, അവർക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്രെഡിറ്റ് നൽകുക എന്നൊരു മിഷനാണ് റീജിയണൽ റൂറൽ ബാങ്ക്സിന് ഉള്ളത്. ഈ ആക്ട് RRB ആക്ട് ഓഫ് നിലവിൽ വരുന്നത് 1976 അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി is the correct answer of question number 11. Food Corporation of India sells surplus food grains from the central pool. അതായത് എന്താണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള ധാന്യങ്ങൾ, ഗ്രെയിൻസ്, വീറ്റും റൈസും, സർപ്ലസ് ആയിട്ടുള്ള വീറ്റും ഗ്രെയിൻസും ട്രേഡേഴ്സിന് അതേപോലെ ബൾക്ക് കൺസ്യൂമേഴ്സിന് സെല്ല് ചെയ്യുക. അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള എക്സസീവ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ട്രേഡേഴ്സിനും കൺസ്യൂമേഴ്സിനും വേണ്ടി സെല്ല് ചെയ്യുന്ന ഒരു സ്കീമാണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം. ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 11ന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12 ഗ്ലോബൽ ക്രൈസിസ് റെസ്പോൺസ് ഗ്രൂപ്പിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ദ 32 മെമ്പേഴ്സ് ഗ്രൂപ്പ് സെറ്റ് ബൈ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ ensures high-level political leadership to get ahead of the immense interconnected challenges of food security, energy and financing. കറക്റ്റ് ആണ്. അതായത് ഗ്ലോബൽ ക്രൈസിസ് റെസ്പോൺസ് ഗ്രൂപ്പ് യുണൈറ്റഡ് നേഷൻസ് ആണ് സെറ്റപ്പ് ചെയ്യുന്നത്. 2022 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 32 മെമ്പർ ഗ്രൂപ്പ്സ് ആണുള്ളത്. ഇത് എന്താണ് ഈ ഗ്ലോബൽ ക്രൈസിസ് റെസ്പോൺസ് ഗ്രൂപ്പ് എൻഷുർ ചെയ്യുന്നത് വെച്ചാൽ ഹൈ ലെവൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ടു അഡ്രസ് ഫുഡ് സെക്യൂരിറ്റി, എനർജി കാര്യങ്ങളാണ്, ഫിനാൻസിങ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഇന്ത്യ റീസെന്റ് ജോയിൻഡ് ദ ചാമ്പ്യൻ ഗ്രൂപ്പ്സ് ഓഫ് ഗ്ലോബൽ ക്രൈസിസ് റെസ്പോൺസ് ഗ്രൂപ്പ് വിച്ച് പ്രൊവൈഡ്സ് higher level political leadership and oversight for the global crisis response group's work. Second statement correct ആണ്. So question number 12ന്റെ correct answer option C ആണ്. അടുത്ത question number 13 Codex Alimentarius ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ കോഡക്സ് അലിമെന്റാരിസിന്റെ ബേസ് ചെയ്ത് ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 13ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. Codex Alimentarius is an international food standard body established jointly by the Food and Agriculture Organization and the World Health Organization in 1963 with the objective of protecting consumer health and ensuring fair practices in food trade. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14 സ്വദേശ് ദർശൻ സ്കീമിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, അണ്ടർ ദ സ്കീം 15 thematic circuits have been identified for the development of tourism infrastructure എന്ന് പറയുന്നു. ഇത് 15 thematic circuit അല്ല, 15 സ്റ്റേറ്റ്സിലാണ്. The first phase of Swadesh Darshan, the government has identified 15 states across the country to be promoted as a part of India's new domestic tourism policy. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15 ഗ്ലോബൽ അലിയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ് ജെൻഡർ ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഗ്ലോബൽ അലിയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ് ഈസ് എ ന്യൂ അലിയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ് ജെൻഡർ ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ ദി സൈഡ് ലൈൻസ് ഓഫ് ദി 54th വേൾഡ് എക്കണോമിക് ഫോറം മീറ്റിംഗ്സ് ഇൻ ദാവോസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്.
തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അലിയൻസ് ബ്രിങ് ടുഗദർ വേൾഡ് വൈഡ് ബെസ്റ്റ് പ്രാക്ടീസസ്, നോളജ് ഷെയറിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ വുമൻസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് എൻ്റർപ്രൈസ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. India established Global Alliance for Global Good, Gender Equity and Equality at 54th Annual World Economic Forum in Davos. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. ഫോളോ ഓൺ പബ്ലിക് ഓഫർ FPO ന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദ പ്രോസസ് ഓഫ് ഇഷ്യൂയിങ് ഷെയർസ് ബൈ ദ കമ്പനി ഓൾറെഡി ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്താണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് അവരുടെ ഷെയർസ് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനോ ഷെയർ ഹോൾഡേഴ്സിനോ ഇഷ്യൂ ചെയ്യുന്നതാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് FPO എന്ന് പറയുന്നത് പ്രോസസ് വെയർ ഇൻ എ കമ്പനി ഓൾറെഡി ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇഷ്യൂസ് ഇൻ ന്യൂ ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് അവരുടെ ഷെയർസ് ആർക്ക് ഇഷ്യൂ ചെയ്യുന്നു? ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. 3 ടൈപ്പിലുള്ള FPO ആണുള്ളത്. ഡയലൂട്ടീവ് FPO, നോൺ ഡയലൂട്ടീവ് FPO, അറ്റ് ദ മാർക്കറ്റ് ഓഫറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ ഓഫ് ഇന്ത്യ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് സർവീസ് റിലീസ്ഡ് ബൈ ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി കോൾഡ് സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് ഗ്ലോബൽ എന്ന് പറയുന്നു. കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ ഓഫ് ഇന്ത്യ റിലീസ് ചെയ്യുന്നത് RBI ആണ്. The RBI, Reserve Bank of India, conducts the consumer confidence survey to measure consumers' perceptions prevailing economic situations. So, question number 7 ന്റെ correct answer option A ആണ്, 1 only ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇന്ത്യ ഈസ് ഫൗണ്ടിങ് മെമ്പർ ഓഫ് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ എന്ന് പറയുന്നു. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഫോം 1989 ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഫോം ചെയ്യുന്നത്. ഇതിൽ 21 മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ കളേഴ്സിൽ നമുക്ക് കാണാം, 21 മെമ്പേഴ്സ് കൺട്രീസ് കാണാം. ഇന്ത്യ ഇതിന്റെ മെമ്പർ അല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇന്ത്യ ഇസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് അപെക് എന്ന് പറയാം. ഇന്ത്യ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഈ ഗ്രൂപ്പിന്റെ മെമ്പർ അല്ല. ഈ ഒരു ഗ്രൂപ്പിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ആൻഡ് എക്കണോമിക് ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുക. അതേപോലെ മെമ്പേഴ്സിന് നോൺ ബൈൻഡിങ് കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. ഓൾ മെമ്പേഴ്സ് ഹാവ് ഈക്വൽ വോട്ടിംഗ് പവർ ആണ്. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഇന്ത്യ ഒരു മെമ്പർ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. ഫിനാൻസിങ് അഗ്രോ കെമിക്കൽ റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഫാം പ്രോഗ്രാമിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ദ ഫാം പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ഡ്യൂറിംഗ് G20 സമ്മിറ്റ് ഇൻ 2023 എന്ന് പറയുന്നത്. ഈ ഫാം പ്രോഗ്രാം ഇന്ത്യ മാത്രമല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 കൺട്രിയുടെ ഇനിഷ്യേറ്റീവ്സ് ആണ്, 7 രാജ്യങ്ങളുടെ ഇനിഷ്യേറ്റീവ് ആണ് ഫിനാൻസിങ് അഗ്രോ കെമിക്കൽ റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാം. 7 രാജ്യങ്ങളുടെ ഇനിഷ്യേറ്റീവ് ആണ് ഈ ഫാം പ്രോഗ്രാം. ഇക്വഡോർ, ഇന്ത്യ, കെനിയ, ലാവോസ്, ഫിലിപ്പീൻസ്, ഉറുഗ്വേ ആൻഡ് വിയറ്റ്നാം. എന്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, initiative aims is to combat the release of toxic persistent organic pollutants into the environment caused by the use of harmful chemicals in the farm. അതായത് POPs ഈ കെമിക്കൽസിന്റെ എൻവയോൺമെന്റിലേക്ക് പോകുന്നത് തടയുക എന്നതാണ് ഈ ഫാം പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ടുമുള്ള ലക്ഷ്യം. ഇന്ത്യ മാത്രമല്ല ഈ ഇനിഷ്യേറ്റീവിന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, മറ്റു രാജ്യങ്ങളും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20.
ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത്, ഇന്ത്യസ് പൊസിഷൻ ഹാസ് ബീൻ കൺസിസ്റ്റൻ്റ്ലി ഫാളിംഗ് ഇൻ ദ ഇൻഡെക്സ് സിൻസ് 2019. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇവിടെ ഈ ഒരു ഗ്രാഫ് നോക്കും. ഈ ഗ്രാഫിൽ 2019 ശേഷം ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൽ ഫാൾ ചെയ്യുന്ന ഒരു ഡിക്ലൈൻ ചെയ്യുന്നത് നമുക്ക് കാണാം. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇന്ത്യസ് പൊസിഷൻ ഹാസ് ബീൻ കൺസിസ്റ്റൻ്റ്ലി ഫാളിംഗ് ഇൻഡെക്സ് സിൻസ് 2019. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം 2019 ശേഷം ഇവിടെ ഒരു ഗ്രാഫ് ഡിക്ലൈൻ ചെയ്യുന്നത് നമുക്ക് കാണാം. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 സർഫേസി ആക്ടിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, സർഫേസി ആക്ട് 2002 enables bank to reduce their non-performing assets through recovery methods and reconstruction. എന്താണ് സർഫേസി ആക്ട് 2002? സർഫേസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്നാണ് അതിൻ്റെ ഫുൾ എക്സ്പാൻഷൻ. 2002 വരുന്നത്. അതായത് ഇപ്പം വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടത്താനുള്ള അധികാരം കൊടുക്കുന്ന നിയമമാണ് ഈ സർഫേസി ആക്ട്. അതായത് ഇപ്പം ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾ 1 കോടി രൂപ കടമെടുത്തെന്ന് വിചാരിക്കുക. കടം മേടിച്ച് കൊണ്ടുവന്ന് നിങ്ങളെ പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിന് കൊടുക്കുന്നു. കടം അവസാനം നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ബാങ്കിന് കോടതിയിൽ പോകാനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ആക്ട് പ്രകാരം ബാങ്കിന് എന്ത് അധികാരം നൽകിയിട്ടുണ്ട്? നിങ്ങളുടെ സ്വത്തിനെ ജപ്തി ചെയ്യാനുള്ള അധികാരം ഈ ആക്ട് നൽകിയിട്ടുണ്ട്. സോ നിങ്ങൾ കടം മേടിച്ച പൈസ നിശ്ചിത കാലാവധിക്ക് ശേഷം ബാങ്കിൻ്റെ നോട്ടീസ് ലഭിച്ചതിന് ശേഷവും 60 ദിവസത്തിനകം ശേഷം അടയ്ക്കാത്തത് കൊണ്ട് ബാങ്കിന് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഈ ആക്ട് പ്രകാരം ആക്ട് പ്രകാരം എന്ത് അധികാരമുണ്ട്? ജപ്തി ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ ഇതൊരു ജപ്തി ബേസിലുള്ള ആക്ടാണിത്, സർഫേസി ആക്ട്. മറ്റൊന്ന്, this act also provides for the establishment of asset reconstruction company. Asset reconstruction company എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരം ഈ ആക്ട് നൽകുന്നുണ്ട്. Asset reconstruction company to acquire assets from the banks and other financial institutions. അതായത് ഇപ്പം നിങ്ങളുടെ പ്രോപ്പർട്ടി ഈ ബാങ്ക് ജപ്തി ചെയ്തു. ബാങ്കിലെ ബാങ്ക് മാനേജറിനോ അവിടുത്തെ പ്രൊബേഷണറി ഓഫീസറിനോ ക്ലർക്കിനോ പിന്നീട് ഈ പ്രോപ്പർട്ടി വിറ്റ് ആ 1 കോടി ബാങ്കിലേക്ക് കൊണ്ടുവരാനുള്ള സമയമൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഈ ബാങ്ക് എന്ത് ചെയ്യും? ഈ സർഫേസി ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ്ഡ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഈ സെക്യൂരിറ്റി നൽകും. അപ്പം സെക്യൂരിറ്റി നൽകുമ്പോഴത്തേക്കും ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ ഡോക്യുമെന്റ്സ് ഒക്കെ നൽകുമ്പോഴത്തേക്കും ഈ കമ്പനി 1 കോടി രൂപ ബാങ്കിന് നൽകും. അപ്പോൾ ബാങ്കിന് എന്തായാലും 1 കോടി രൂപ തിരിച്ചു കിട്ടി. ഈ കമ്പനിക്ക് എന്താണ്? നിങ്ങളുടെ പ്രോപ്പർട്ടീൻ്റെ സെക്യൂരിറ്റി ഡോക്യുമെന്റ്സ് എല്ലാം ഇവരുടെ കയ്യിലായി. ഇവർക്കിത് ലേലത്തിൽ വിറ്റ് ഇപ്പം 1 കോടിക്ക് പകരം 1.5 കോടിക്ക് ലേലത്തിൽ വിറ്റ് കമ്പനിക്ക് ലാഭമുണ്ടാക്കാം. ഇതാണ് ഈ ആക്ട് പറയുന്നത്. മെയിനായിട്ടും സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് 2002 എന്ന് കേട്ട, സർഫേസി ആക്ട് എന്ന് കേട്ട അപ്പം മനസ്സിൽ വരിക ജപ്തി ബേസ് ചെയ്തിട്ടുള്ള ആക്ടാണിത്. ജപ്തിക്ക് ബാങ്കിന് അധികാരം നൽകുന്ന ആക്ടാണ് ഇത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇറ്റ് ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദി ലീഗൽ ബേസിസ് ഫോർ ദ സെറ്റിംഗ് അപ്പ് ഓഫ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ഇൻ ഇന്ത്യ. ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. കാരണം അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഈ ആക്ട് പ്രകാരമാണ് വന്നിട്ടുള്ളത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ലെൻഡർ ക്യാൻ സെൻഡ് എ നോട്ടീസ് ടു ദ ബോറോവർ ടു ക്ലിയർ ദ ഡ്യൂസ് വിത്തിൻ ദ 60 days ഇഫ് ദ ബോറോവർ ഡിഫോൾട്ട്സ് ദ പേയ്മെന്റ് for more than 90 days and it not cleared, and the financial institution can sell, transfer or manage the secured asset. അതായത് ലെൻഡർ എന്ന് പറയുന്നത് ആരാണ്? ബാങ്കാണ്. ബാങ്ക്
നിങ്ങൾക്ക് 1 കോടി രൂപ തന്നു. അപ്പോൾ നിങ്ങളാണ് ബോറോവർ. അപ്പോൾ നിങ്ങൾ പണം തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ബാങ്ക് എന്ത് തരും? നോട്ടീസ് തരും. 60 ദിവസത്തിനകം പൈസ തിരിച്ചു തരണം. അല്ലെങ്കിൽ ആ 60 ദിവസം നിങ്ങൾ നൽകിയില്ല എങ്കിൽ 90 ഡേയ്സിനുള്ളിൽ നൽകിയില്ലെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യും? ജപ്തി ചെയ്യും. സോ ഈ ആക്ട് പ്രകാരം സി ആക്ട് അതിനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൾ 3 ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ഈസ് ആൻ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സ് എന്ന് പറയും. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പേയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ 22 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സി യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ മെമ്പേഴ്സ് ആണ് ഐസ്ലാൻഡ്, ലിechtenstein, നോർവേ, സ്വിറ്റ്സർലാൻഡ്. ഈ നാല് കൺട്രീസും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമേ അല്ല. ഈ 4 കൺട്രീസും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമേ അല്ല. സ്റ്റേറ്റ്മെന്റിൽ എന്ത് പറയുന്നു? ദേ ആർ മെമ്പേഴ്സ് ഓഫ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഈ നാല് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമേ അല്ല. സോ അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. ഇവിടെ ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷന്റെ മെമ്പേഴ്സ് ആണ് ഈ 4 രാജ്യങ്ങൾ. ഈ 4 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഒരു എഗ്രിമെന്റ് വരുന്നു. ആ സൈൻ ചെയ്യുന്നതിനെയാണ് ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഈ 4 രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് ഒരു എഗ്രിമെന്റ് വരുന്നു. ഈ എഗ്രിമെന്റിന്റെ പേരാണ് ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 22 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ദ ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് offers the flexibility as the parties involved can tailor the agreement to their specific needs and interests. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി. ഇത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു ദ ഡിസിഷൻസ് ഓഫ് ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ആർ ഫൈനൽ ആൻഡ് ഡു നോട്ട് ക്വാളിഫൈ ഫോർ ആൻ അപ്പീൽ ബിഫോർ ദ കോർട്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. ദ ഡിസിഷൻസ് ആർ ഫൈനൽ, ദേ ആർ ക്വാളിഫൈ ഫോർ ദ അപ്പീൽ ബിഫോർ ദ എനി കോർട്ട്. ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഈ ഒരു ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒല ഇലക്ട്രിക് 2 വീലേഴ്സ് മാനുഫാക്ചറേഴ്സിന്റെ അവർക്ക് എതിരെ ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഒരു ഷോ കോസ് നോട്ടീസ് നൽകും. കാരണം ഈ ഒല 2 വീലേഴ്സ് മാനുഫാക്ചറേഴ്സ് എന്തുകൊണ്ട് ഈ നോട്ടീസ് നൽകിയെന്ന് വെച്ചാൽ ഫോർ ദ അലജ്ഡ് വയലേഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ്, മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ഈ കമ്പനി ഈ 3 കാര്യങ്ങൾ നടത്തിയത് കൊണ്ട് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഒരു ഷോക്കോസ് നോട്ടീസ് നൽകി. അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിൽ വരുന്നതാണ്. എന്താണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് by tracking down on unfair trade practice and false and misleading advertisement. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24 ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു G20 നേഷൻസ് ഓൺലി എന്ന് പറയുന്നു. ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. So question number 24ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് the USA is the largest producer of the ethanol among the global biofuel alliance members. Global Biofuel Alliance, it is an initiative by India bringing together the biggest consumers and producers of biofuels
to drive the development and deployment of biofuels. The initiative aims to position biofuels as a key to the energy transition and contribute to jobs and economic growth. അടുത്ത question number 25, compressed natural gas CNG ഗ്യാസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് നോട്ട് കറക്റ്റ് ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് ഈസ് എ നാച്ചുറൽ ഗ്യാസ് ദാറ്റ് ഹാസ് ബീൻ കംപ്രസ്ഡ് അണ്ടർ ഹൈ പ്രഷർ allowing it to occupy smaller volume in fuel tanks. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26, T+0 ട്രേഡിംഗ് സെറ്റിൽമെൻറ്റ് സൈക്കിളിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് നമുക്ക് നോട്ട് കറക്റ്റ് ഏതാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് T+1 ട്രേഡിംഗ് സെറ്റിൽമെൻറ്റ് സൈക്കിളിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് T+0 ആണ്, പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് T+1ൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് T+1? T+1 പ്രകാരം സെറ്റിൽമെൻറ്റ് സൈക്കിൾ പ്രകാരം ഒരു സെല്ലറിൻ്റെ 80% ക്യാഷും അന്നേ ദിവസം ഡീൽ ചെയ്യണം. ബാക്കി 20% പിറ്റേ ദിവസമാണ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ T+0 പ്രകാരം ഒരു സെല്ലറിൻ്റെ ഫുൾ ക്യാഷും അന്നേ ദിവസം തന്നെ ഡീൽ ചെയ്യണം. 100% അന്നേ ദിവസം തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് T+1ൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27, ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. കാരണം ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, ആക്ച്വലി ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെവലപ്പിംഗ് കൺട്രീസ് നൽകുന്ന പ്രിഫറൻസ് ആണ്. ഈ കസ്റ്റംസ് ഡ്യൂട്ടി റിഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പ്രിഫറൻസ് ആണ് ഡെവലപ്പിംഗ് കൺട്രീസ് നൽകുന്ന ഈ കസ്റ്റം ഡ്യൂട്ടി റിഡക്ഷൻ്റെ പ്രിഫറൻസ് ആണ് ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് മെയിനായിട്ടും വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ മെനി ഓഫ് ദ വേൾഡ്സ് പൂറസ്റ്റ് കൺട്രീസ് ടു യൂസ് ദ ട്രേഡ് ടു ഗ്രോ ദെയർ എക്കണോമീസ് ആൻഡ് ക്ലൈംബ് ഔട്ട് ഓഫ് പോവർട്ടി. നമ്മളിപ്പോൾ ഏതിൻ്റെ ഡെഫിനിഷൻ എടുത്ത് നോക്കിയാലും ഡെവലപ്പിംഗ് കൺട്രി എന്ന് മാത്രമേ പറയുന്നത്, അല്ല വേൾഡ്സ് പൂറസ്റ്റ് കൺട്രീസ് എന്നും പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇസ് ദ റെസ്പോൺസിബിൾ ഫോർ ദ GSP ആനുവൽ റവന്യൂ റിവ്യൂ ടു ഡിസൈഡ് വിച്ച് കൺട്രീസ് ക്യാൻ കണ്ടിന്യൂ റിസീവ് ട്രേഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ല ഇതിൻ്റെ റിവ്യൂ ഒന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത് ആനുവൽ റിവ്യൂ ഓഫ് ദി ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് പബ്ലിഷ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 27ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28, നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 28ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ മിനിസ്ട്രി ഓഫ് പവർ ആണ് ഇത് കീഴിൽ വരുന്നത്. ഇവിടെ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ച് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30,
Question number 30. Question number 30 correct answer option C ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇവിടെ സെൻട്രൽ ഇഷ്യൂ പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ഇഷ്യൂ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഫുഡ് ഗ്രെയിൻസ് സെൻട്രൽ പൂളിലുള്ള ഫുഡ് ഗ്രെയിൻസ് സ്റ്റേറ്റ്സിന് ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് സെൻട്രൽ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. സെൻട്രൽ issue price is the rate at which the government offers food grains from the central pool to the states for beneficiaries of the National Food Security Act 2030 and other welfare schemes. Minimum support price in a base ചെയ്തിട്ടുള്ള സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സെൻട്രൽ ഇഷ്യൂ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ പൂളിലുള്ള ഫുഡ് ഗ്രെയിൻസ് സ്റ്റേറ്റിന് ഓഫർ ചെയ്യുന്നതാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31. ക്വസ്റ്റ്യൻ നമ്പർ 31 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 is not the correct explanation of statement 1. So option B is the correct answer of question number 31. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. ക്വസ്റ്റ്യൻ നമ്പർ 33 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഗ്ലോബൽ റിസ്ക് പെർസെപ്ഷൻ സർവേ പബ്ലിഷ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34. ക്വസ്റ്റ്യൻ നമ്പർ 34 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇന്ത്യ ആൻഡ് ചൈന ആർ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇന്ത്യ ആൻഡ് ചൈന ആർ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇന്ത്യ 2010 ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ 2010 ജോയിൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിന്റെ ഫൗണ്ടിങ് മെമ്പർ അല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ആർ ഷെയർഡ് ബൈ വേൾഡ് എക്കണോമിക് ഫോറം. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലാണ് ഇത് വരുന്നത്. പാരീസിലാണ് നാഷണൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ പാരീസ്. അതേപോലെ വേൾഡ് എക്കണോമിക് ഫോറം സ്വിറ്റ്സർലൻഡിലാണ്, അല്ലാതെ നാഷണൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ക്വാർട്ടേഴ്സ് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സ്വിറ്റ്സർലൻഡിലല്ല. സോ അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 35 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി G7 ടു കോംബാറ്റ് മണി ലോണ്ടറിംഗ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നാഷണൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലാണ് വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് 2010 സോ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് 1989 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1989 ടോട്ടൽ മെമ്പേഴ്സ് 39 മെമ്പേഴ്സ് ഉണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 39 മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇന്ത്യ ജോയിൻ ചെയ്യുന്നത് 2010 ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ടു കോംബാറ്റ് മണി ലോണ്ടറിംഗ് ആൻഡ് ഫിനാൻസിംഗ് ഓഫ് ടെററിസം ആണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ ബ്ലാക്ക് ലിസ്റ്റിൽ വരുന്ന കൺട്രീസ് ആണ് നോർത്ത് കൊറിയ, ഇറാൻ, മ്യാൻമാർ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. ക്വസ്റ്റ്യൻ നമ്പർ 36 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതേപോലെ ഓട്ടോണമസ് ബോഡിയാണ്. ഇത് വരുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് 1999 പ്രകാരമാണ്. ഈ റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ബോഡി മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് വരുന്നത്.
ഇവരുടെ മെയിൻ ജോബ് എന്ന് വെച്ചാൽ ഇറ്റ്സ് അപ്പെക്സ് ബോഡി ഇൻ ഓവർസീയിങ് ഇൻഷുറൻസ് സെക്ടർ ഇൻ ഇന്ത്യ ആൻഡ് ഗിവിംഗ് പ്രൊട്ടക്ഷൻ ടു ദ പോളിസി ഹോൾഡേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38, ഇന്ത്യൻ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024 റിലീസ് ചെയ്യുന്നത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 38ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എ ആണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39, ഫിനാൻസ് കമ്മീഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഫിനാൻസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് അണ്ടർ ആർട്ടിക്കിൾ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. ഇത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് അല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അണ്ടർ ദ ആർട്ടിക്കിൾ 280 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40, നാഷണൽ കമ്മീഷൻ ഓഫ് ഫാമേഴ്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് കാരണം ഇവിടെ ഇങ്ങനെ പറയുന്നത്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, നാഷണൽ കമ്മീഷൻ ഫോർ ഫാമേഴ്സ് റെക്കമെൻഡഡ് ദാറ്റ് ദ MSP should be at least 75%. 67% അല്ല, 50% or more ആണ്. ഇവിടെ ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ 50% or more ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് പ്രൊവൈഡ്സ് ഫോർ ട്രയൽ ബൈ ദ സ്പെഷ്യൽ കോർട്ട് ഫോർ ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വന്നു, അണ്ടർ ദ പ്രിവെൻഷൻ മണി ലോണ്ടറിംഗ് ആക്ട് അതോറിറ്റി ഹാവ് നോ പവർ ടു കോൺഫിസ്കേറ്റ് പ്രോപ്പർട്ടീസ് ഡിറൈവ്ഡ് ഫ്രം ഓർ ഇൻവോൾവ് ഇൻ മണി ലോണ്ടറിംഗ്. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം അതോറിറ്റീസ് ഹാവ് ദ പവർ ടു കോൺഫിസ്കേറ്റ് പ്രോപ്പർട്ടീസ് ഡിറൈവ്ഡ് ഫ്രം ഓർ ഇൻവോൾവ് ഇൻ മണി ലോണ്ടറിംഗ്. എന്താണ് മണി ലോണ്ടറിംഗ്? ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയിലൂടെ ഒരാൾ ലാർജ് എമൗണ്ട് ഓഫ് മണി ഏൺ ചെയ്യുകയും ഇത് ഇല്ലീഗൽ ആയി ഏൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണക്കിൽ വരുന്നില്ല. അതുകൊണ്ട് ഈ മണി ഒരു ബ്ലാക്ക് മണിയാണ്, അല്ലേ? അപ്പോൾ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെ മണി ഏൺ ചെയ്യുക, ഡ്രഗ് ട്രാഫിക്കിങ്ങിലൂടെ മണി ഏൺ ചെയ്യുക, ടെററിസ്റ്റ് ഫണ്ടിങ്ങിലൂടെ, സ്മഗ്ലിങ്ങിലൂടെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് മണി ഏൺ ചെയ്യുക. ഈ ഇല്ലീഗൽ സോഴ്സിലൂടെ ഉണ്ടാക്കുന്ന മണിയെ ആണ് ഈ ബ്ലാക്ക് മണിയാണ് ഡേർട്ടി മണി എന്ന് പറയുന്നത്. സോ ഈ ലാർജ് എമൗണ്ട് ഓഫ് മണി, ഈ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മണി ലോണ്ടറിങ്. അതായത് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ എന്താണ് ബ്ലാക്ക് മണി, ഈ ഡേർട്ടി മണിയെ വൈറ്റ് മണി ആക്കുന്നതിനാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. ഈ ഒരു മണി ഒരു ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് വന്നതാണെന്ന് കൊണ്ടുവരുന്നതിനാണ് മണി ലോണ്ടറിങ് വരുന്നത്. അതായത് ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കുന്നു. എങ്ങനെയാണ്? ഇവ കിട്ടിയ പണം, ലാർജ് എമൗണ്ട് ഓഫ് മണി ഒരു ലെജിറ്റിമേറ്റ് സോഴ്സിലൂടെയാണ് വന്നതെന്ന് കൊണ്ടുവരുന്നതിനാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 3 തരത്തിലുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. മണി ലോണ്ടറിങ് സ്റ്റേജസ്, 3 സ്റ്റേജസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പ്ലേസ്മെന്റ്, മറ്റൊന്ന് ലെയറിങ്, മറ്റൊന്ന് ഇന്റഗ്രേഷൻ. അപ്പോൾ ഈ മണി ലോണ്ടറിങ്ങിനെ പ്രിവെന്റ് ചെയ്യുക, ബ്ലാക്ക് മണിയെ ഇല്ലീഗലായിട്ട് മണി ഉണ്ടാക്കുക, ഈ ഡേർട്ടി മണി ഉണ്ടാക്കുന്നത് പിന്നീട് ലെജിറ്റിമൈസ് ചെയ്ത് വൈറ്റ് മണി ആക്കുക, ഈ മണി ലോണ്ടറിങ് പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യുന്ന നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, അണ്ടർ ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അതോറിറ്റീസ് ഹാവ് നോ പവേഴ്സ് ടു കോൺഫിസ്കേറ്റ് പ്രോപ്പർട്ടീസ് ഡിറൈവ്ഡ് ഫ്രം ഓർ ഇൻവോൾവ് ഇൻ മണി ലോണ്ടറിങ്. അതോറിറ്റീസ് പവർ ഉണ്ട് ടു കോൺഫിസ്കേറ്റ് ദ പ്രോപ്പർട്ടീസ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. നമ്മൾ ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു.
സോ ക്വസ്റ്റ്യൻ നമ്പർ 42ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഫ്രാൻസ് വരുന്നില്ല. ഐസ്ലാൻഡ്, നോർവേ, ലിechtenstein, സ്വിറ്റ്സർലൻഡ് ആണ് കറക്റ്റ് ആൻസർ. സ്വിറ്റ്സർലൻഡ് ആണ്. ഈ 4 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. ക്വസ്റ്റ്യൻ നമ്പർ 43ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഇൻകറക്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഗ്രീൻ റെവല്യൂഷൻ ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻ, അതായത് വീറ്റും റൈസിന്റെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന റെവല്യൂഷനാണ് ഗ്രീൻ റെവല്യൂഷൻ, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ളതല്ല. സോ ഫസ്റ്റ് അൺമാച്ച്ഡ് ആണ്, ഫസ്റ്റ് ആണ് നോട്ട് കറക്റ്റ്. പിങ്ക് റെവല്യൂഷൻ പോൾട്രി ആൻഡ് മീറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഗോൾഡൻ റെവല്യൂഷൻ ഹോർട്ടിക്കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 43യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44. റീസെന്റ് ദാസു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട് വാസ് ഇൻ ന്യൂസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി? പാകിസ്ഥാനിലാണ്. അതായത് ഇൻഡസ് റിവറിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ പോകുന്ന റീജിയനിൽ പാകിസ്ഥാൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റാണ് ദാസു. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 45. ഭീമ സുഖം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 45ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇന്ത്യൻ സ്റ്റാക്കിന്റെ ബേസിലാണ്. എന്താണ് ഇന്ത്യൻ സ്റ്റാക്ക്? അതായത് 2009 ശേഷം ഇന്ത്യ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അച്ചീവ് ചെയ്തിട്ടുള്ള, അതായത് ഫസ്റ്റ് നമ്മൾ ആധാർ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഡിജിറ്റൽ ലോക്കർ ക്രിയേറ്റ് ചെയ്തു, പിന്നീട് മൂന്നാമത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബേസ് ആയിട്ട് UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് കൊണ്ടുവന്നു. പിന്നെ അതേപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇന്ത്യ കൊണ്ടുവന്നു. അപ്പോൾ ഈ എല്ലാ പ്ലാറ്റ്ഫോംസിനെ ഓൾടുഗദർ ആണ് ഇന്ത്യ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ ഭീമാസുഖം ഈ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു: ഭീമാസുഖം ഈസ് ആൻ ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസ് പ്രോട്ടോകോൾ വിച്ച് വുഡ് യൂണിവലൈസ് ആൻഡ് ഡെമോക്രൈസ് ഇൻഷുറൻസ് ആൻഡ് ബിൽ കണക്റ്റഡ് വിത്ത് ഇന്ത്യ സ്റ്റാക്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 46ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡും തേർഡും കറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയി നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്: ദ RTA ആക്ട് എയിംസ് ടു പ്രൊവൈഡ് പ്രൈമറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഏജ് 3 to 14 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇത് 3 to 14 ഇയേഴ്സ് അല്ല, 6 to 14 ഇയേഴ്സ് ആണ്. 6 to 14 ഇയേഴ്സ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതുകൊണ്ടാണ് ഇൻകറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47. ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഈ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും 2 സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു: E-waste management rules 2022 notified under the Water Prevention Control Pollution Act എന്ന് പറയുന്നത്. ഇത് വാട്ടർ പ്രിവെൻഷൻ കൺട്രോൾ കീഴിൽ വരുന്നതല്ല, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986ന്റെ കീഴിലാണ് വരുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986ന്റെ കീഴിലാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇറ്റ് ഓൾസോ കവേഴ്സ് ദ വേസ്റ്റ് ബാറ്ററീസ് റെഗുലേറ്റഡ് ബൈ ദ ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2022 എന്ന് പറയുന്നത്. ഇത് ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. സോ രണ്ട്, അതായത് ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് പറയുന്നത്, ഇവിടെ ബാറ്ററി വേസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 47. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48. വീണ്ടും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 48ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49. 8 കോർ ഇൻഡസ്ട്രീസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രിസിറ്റി ആൻഡ് സിമെന്റ് ഹാസ് ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വെയിറ്റേജ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രിസിറ്റിക്കല്ല ഹയസ്റ്റ്, പെട്രോളിയം റിഫൈനേഴ്സ് ഹയസ്റ്റ്, ലോവസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് ആണ് വരുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15, GI ടാഗ്, ജോഗ്രഫിക് ഇൻഡിക്കേഷൻ ടാഗിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15ൻ്റെ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. എന്താണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ? ഒരു പ്രത്യേക സ്ഥലത്ത് ഉത്ഭവിച്ചതും അല്ല എങ്കിൽ രൂപം കൊണ്ടതും സവിശേഷമായ ഗുണങ്ങൾ റെപ്യൂട്ടേഷനുമായുള്ള ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്, ഗുഡ്സ് ഇതിനെ അംഗീകരിക്കുന്ന ഒരു അംഗീകാരമാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് വന്നത് ഡാർജിലിംഗ് ടീയിൽ നിന്നാണ്. കേരളത്തിൽ എക്സാമ്പിളായിട്ട് പറയാവുന്നത് ആറന്മുള കണ്ണാടി, പാലക്കാടൻ വട്ട റൈസ്, കാസർഗോഡ് സാരി, മറയൂർ ജഗറി എല്ലാം തന്നെ ആണ്. ഇപ്പോൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഉത്ഭവിച്ചതും അല്ല എങ്കിൽ രൂപം കൊണ്ടതും സവിശേഷമായ ഗുണങ്ങൾ, റെപ്യൂട്ടേഷൻ ഉള്ളതുമായ ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്, ഗുഡ്സ് ഇതിന് നൽകുന്ന അംഗീകാരമായ ഒരു ടാഗ്, ജിയോഗ്രഫിക് ഇൻഡിക്കേഷൻ ടാഗ് ആണ് GI ടാഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 50യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51. ക്വസ്റ്റ്യൻ നമ്പർ 51ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷനാണ് ടോട്ടൽ ഇൻഫ്ലേഷൻ എന്ന് പറയുക. അതായത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ ഫുഡും ഫ്യൂവൽ ഇൻഫ്ലേഷനും വരുന്നുണ്ട്. എന്നാൽ കോർ ഇൻഫ്ലേഷനിൽ ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂവൽ ഇൻഫ്ലേഷനും വരുന്നില്ല. കാരണം ഇത് രണ്ട് ഇൻഫ്ലേഷൻസും ഇതിൻ്റെ പ്രൈസും ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതാണ് കോർ ഇൻഫ്ലേഷനിൽ ഫുഡും ഫ്യൂവലും വരാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 51ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 52 GDP ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 52ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇന്ത്യ കറന്റ്ലി ഈസ് ദ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ഇൻ ദ നോമിനൽ ടേംസ്. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം ഇന്ത്യ തേർഡ് ആയിട്ടില്ല. അതേപോലെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, വേൾഡ് ബാങ്ക് ഹാസ് പുട്ട് ഇന്ത്യ ഇൻ ദ അപ്പർ മിഡിൽ ഇൻകം കൺട്രി ക്ലബ് എന്ന് പറയുന്നത്. വേൾഡ് ബാങ്ക് ഇന്ത്യയെ ലോ ഇൻകം ക്ലബിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലാതെ അപ്പർ മിഡിൽ ഇൻകം കൺട്രിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർ കീ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 52ന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 53 ന്യൂ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 53ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 53ന്റെ ആൻസർ കീ ഇവിടെ നൽകിയിട്ടുണ്ട്. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 54. ക്വസ്റ്റ്യൻ നമ്പർ 54ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഹെഡ് സെക്രട്ടറിയാണ്, മിനിസ്റ്റർ ഓഫ് ജലശക്തി അല്ല. സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ സെക്രട്ടറി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിയാണ് ചെയർമാൻ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 55. ക്വസ്റ്റ്യൻ 55ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതെ, ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ 56. ക്വസ്റ്റ്യൻ 56ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 57. ക്വസ്റ്റ്യൻ 57ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് സ്മോൾ സ്കെയിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ മധ്യപ്രദേശ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 58. ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് റിപ്പോർട്ട് പബ്ലിഷ്. ഓപ്ഷൻ സി ആണ്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 59. വൺ നാഷണൽ വൺ ഹെൽത്ത് മിഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 59ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ ഹെൽത്ത്
ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹൈദരാബാദ് എന്ന് പറയുന്നത് ഹൈദരാബാദ് അല്ല, ഇത് നാഗ്പൂരിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രൈം മിനിസ്റ്റർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ അഡ്വൈസറി കൗൺസിലിന് കീഴിലാണ്, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ അഡ്വൈസറി കൗൺസിലാണ് ഈ നാഷണൽ വൺ ഹെൽത്ത് മിഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്റർ നാഗ്പൂരിലാണ്. മെയിനായിട്ടും ഇതിൻ്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്ട്രാറ്റജൈസ് ഫോർ ദി ഇൻറ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 60. Who among the following is the founder of World Economic Forum? Option A ആണ് കാൾ ഷവാബ്. അദ്ദേഹത്തിൻ്റെ പിക്ചറോടെ നമുക്ക് സ്ക്രീനിൽ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 61. യൂറോപ്പ് യൂണിയൻസ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 61ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്, ഫസ്റ്റും തേർഡും കറക്റ്റാണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 62. ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണലൈസിംഗ് ദ റുപ്പി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 62ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. എന്തൊക്കെയാണ് റുപ്പി ഇന്റർനാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്? ഒന്ന്, ചീപ്പ് ക്രെഡിറ്റ് വിത്തിൻ ദ കൺട്രി. മറ്റൊന്ന്, ഫോറിൻ ലോൺസ് അറ്റ് ലോവർ റേറ്റ്സ്. മറ്റൊന്ന്, ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. 4, ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഇൻ മാനേജിങ് മോണിറ്ററി കണ്ടീഷൻസ്. 4 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 63. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഇറ്റ് എയിംസ് ടു ഇൻക്രീസ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ 50% ആണ്. ഇത് 50% 26.3% ആണ്. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 64. IIT ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 64ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് IIT ക്യാമ്പസ് ഈസ് ടു ബി സെറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ അബുദാബി UAE എന്നാണ് പറയുന്നത്. ഇത് അബുദാബിയിലല്ല, ടാൻസാനിയാണ്. ഈസ്റ്റ് ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് ഫസ്റ്റ് IIT ഔട്ട്സൈഡ് ഇന്ത്യയിലെ IIT സെറ്റപ്പ് ചെയ്യുന്നത് ടാൻസാനിയയിലാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 65 മിഡിൽ ഇൻകം ട്രാപ്പിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 65ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1ന്റെ എക്സ്പ്ലനേഷൻ ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 66. ഇന്റർനാഷണൽ എനർജി ഏജൻസി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 66ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത 67. റിഗാർഡിംഗ് റിമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ടഡ് പ്രോഡക്ട്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 67ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത 68. ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 68ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു: ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഹാസ് ബീൻ കണ്ടക്ടഡ് എവറി ഇയർ സിൻസ് 2005 ഇൻ ഓൾ ഡിസ്ട്രിക്ട്സ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അത് റൂറൽ ഏരിയയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 69. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോട്ട് കറക്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1966-ലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മനില, ഫിലിപ്പീൻസിലാണ്. ഇന്ത്യ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. ഇന്ത്യയുടെ ഷെയർ ഹോൾഡിംഗ്സ് 4th ആണ്. ഇന്ത്യ 4th ലാർജസ്റ്റ് ഷെയർ ഹോൾഡിംഗ്സ് ആണ്, ഹോൾഡറാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 70. ഡെഫിസിറ്റിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗവൺമെന്റ് ഡെഫിസിറ്റിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റാണ്. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 71. ഇൻഫ്ലേഷൻ ടൈപ്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്: ഡ്യൂറിംഗ് പാൻഡമിക് ടൈംസ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഹാൻഡ് വാഷസ്
ഹാൻഡ് സാനിറ്റൈസേഴ്സ് മാസ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് കോസ്റ്റ് പുഷ് അല്ല, ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് പാൻഡമിക് സമയത്ത്, കോവിഡ് ടൈമിൽ ഹാൻഡ് വാഷസിൻ്റെയും സാനിറ്റൈസറിൻ്റെയും മാസ്കിൻ്റെ വില വർദ്ധിച്ചു. എന്തുകൊണ്ട് വർദ്ധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുതൽ. ആ സമയത്ത് നമുക്ക് മാസ്ക് ഒരുപാട് വേണം. അപ്പം മാസ്കിനുള്ള ഡിമാൻഡ് കാരണം ഇൻഫ്ലേഷൻ ഉണ്ടായി. അതിനാണ് ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ അല്ല, കോസ്റ്റ് അല്ല, ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷൻ ആണ്. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഇങ്ങനെ പറയുന്നത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഈസ് ഡ്രിവൺ ബൈ ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 71. സെക്കൻഡ് ഇവിടെ ആൻസർ കൂടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അത് 72 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 72ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. കഴിഞ്ഞ മന്തിലെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ മിൽക്ക് പ്രൊഡക്ഷന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ആൻസർ ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് ഇൻ ദ വേൾഡ് എന്നാണ്. സോ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് ഇൻ ദ വേൾഡ് കോൺട്രിബ്യൂട്ടിംഗ് 24% ഓഫ് ഗ്ലോബൽ മിൽക്ക് പ്രൊഡക്ഷൻ. കറക്റ്റ് ആൻസർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 72ന്റെ കറക്റ്റ് ആൻസർ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 73 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 73ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ബേസ്ഡ് ഓൺ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006ന്റെ ബേസിൽ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 74 മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 74ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ദേ ഒറിജിനേറ്റ് ഇൻ ദ ആഫ്റ്റർ മാർത്ത് ഓഫ് വേൾഡ് വാർ 1 എന്ന് പറയുന്നത്. ഇത് വേൾഡ് വാർ 1 അല്ല, വേൾഡ് വാർ 2ന് ശേഷം വാർ അഫക്ട് ചെയ്ത നേഷൻസിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 75 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഇന്ത്യ ഓപ്പൺഡ് എ ബ്രാഞ്ച് ഓഫ് പോസ്റ്റ് ഓഫീസ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ ഭാരതി റിസർച്ച് സ്റ്റേഷൻ ഇൻ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഈ ഭാരതി റിസർച്ച് സ്റ്റേഷൻ മൂന്നാമത്തെ പോസ്റ്റ് ഓഫീസാണ്. ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ പോസ്റ്റ് ഓഫീസാണ് ഭാരതി ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ്. ആദ്യം ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഓഫീസാണ് ദക്ഷിണ ഗംഗോത്രി എന്നുള്ള പോസ്റ്റ് ഓഫീസാണ്. അതിനുശേഷം മൈത്രി സ്റ്റേഷൻ വരുന്നു. മൂന്നാമതാണ് ഭാരതി ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് വരുന്നത്. ഇത് മൂന്നാമത്തെയാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത 76 ക്വസ്റ്റ്യൻ നമ്പർ 76 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 76ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇവിടെ നോട്ട് കറക്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഡി ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. നെറ്റി 1050 ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 77 പീസ് ക്ലോസ് ടേം അസോസിയേറ്റഡ് വിത്ത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്രൊട്ടക്ട് കൺട്രീസ് പ്രൊവൈഡിംഗ് സബ്സിഡീസ് അണ്ടർ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ ഫ്രം ബീയിങ് ചലഞ്ച് അണ്ടർ അതർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെന്റ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 78 ഏഷ്യ ഡെവലപ്മെന്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് 2004ന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 78 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഇന്ത്യ ഇസ് ദ ഫൗണ്ടിംഗ് മെമ്പർ ഓഫ് ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്ക് ആൻഡ് ബാങ്ക്സ് തേർഡ് ലാർജസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നമ്മൾ ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്കിന് നേരത്തെ കുറച്ച് മുമ്പ് ക്വസ്റ്റ്യൻ നമ്പർ 69 ചെയ്തായിരുന്നു. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇന്ത്യ ഫൗണ്ടിംഗ് മെമ്പറാണ്, ഇന്ത്യയുടെ ഷെയർ ഹോൾഡിംഗ് 4th ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ തേർഡ് എന്ന് പറയുന്നത്, അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 78ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 79. ക്വസ്റ്റ്യൻ നമ്പർ 79ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നോസ്ട്ര അക്കൗണ്ടും വോസ്ട്ര അക്കൗണ്ടും ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നോസ്ട്ര അക്കൗണ്ടിനെ വോസ്ട്ര അക്കൗണ്ടിനെ ബേസ് ചെയ്ത് ഇതിന് മുമ്പേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 79ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്.
എന്താണ് നോസ്ട്രോ അക്കൗണ്ട്? അതായത് മൂന്ന് തരത്തിലുള്ള അക്കൗണ്ട്സ് ആണ് ഇന്റർനാഷണൽ കറണ്ട് അക്കൗണ്ട് ആണ് ഉള്ളത്. ഒന്നാണ് നോസ്ട്രോ അക്കൗണ്ട്. ഇതിന്റെ മീനിങ് വെച്ചാൽ അവർ അക്കൗണ്ട് വിത്ത് യു എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഇപ്പം ഇന്ത്യയിലെ SBI US പോയിട്ട് US ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനെയാണ് നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം അവർ അക്കൗണ്ട് വിത്ത് യു. അപ്പം ഇതിലെ ഇതിലെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം ഫോറിൻ കറൻസിയിലാണ് ഇടപാടുകൾ നടത്തുന്നത്. ഇതിനെയാണ് നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. A nostro account is a bank account held in another country by a domestic bank denominated in the currency of the overseas currency. അതായത് SBI ഇപ്പോൾ US ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഇതിനെയാണ് നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ലാറ്റിൻ വേർഡാണ് നോസ്ട്രോ എന്ന് പറയുന്നത്. ഇതിന്റെ മീനിങ് അവർ മണി ഈസ് വിത്ത് യു എന്നാണ്. വോസ്ട്രോ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം US ഒരു ബാങ്ക് ഇന്ത്യയിൽ വന്ന് SBI ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് വോസ്ട്രോ അക്കൗണ്ട്. ഇത് ഡൊമസ്റ്റിക് കറൻസിയിൽ എക്സ്ചേഞ്ച് നടത്തും. അതായത് അതിൻ്റെ അർത്ഥം യുവർ അക്കൗണ്ട് വിത്ത് അസ്. ഇതിനെയാണ് വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. An Ostro account is an account that is correspondent bank holds on the behalf of another bank. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ ഒരു ഇന്റർനാഷണൽ കറണ്ട് അക്കൗണ്ട് ആണ് ലോറോ അക്കൗണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പഞ്ചാബ് നാഷണൽ ബാങ്ക് SBI വഴി US ഒരു ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ SBI ആണ്. സോ പഞ്ചാബ് നാഷണൽ ബാങ്ക് SBIയുടെ സഹായത്തോടു കൂടി US ഒരു ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. സോ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ്. ഇതിനെയാണ് ലോറോ അക്കൗണ്ട് എന്നാണ്. പ്രധാനമായിട്ടും 3 ടൈപ്പിലുള്ള ഇന്റർനാഷണൽ കറണ്ട് അക്കൗണ്ട് ആണ്: ഓസ്ട്രോ അക്കൗണ്ട്, നോസ്ട്രോ അക്കൗണ്ട്, ലോറോ അക്കൗണ്ട്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യൻ എക്കണോമിക് ഇന്റഗ്രേഷൻ റിപ്പോർട്ട്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. That's all. Thanks for watching.